ഏതാണ്ട് 60% പുരുഷന്മാരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അലട്ടിയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവരുടെ വൃഷ്ണ സംബന്ധിയായ സംശയങ്ങൾ. ഭൂരിഭാഗം ആളുകളും രണ്ട് വൃഷ്ണങ്ങളും തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തെക്കുറിച്ച് ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ മറ്റു ചിലരാകട്ടെ ഒരു പടി കൂടി കടന്ന് വൃഷ്ണത്തിൻ്റെ വലിപ്പ വ്യത്യാസം ലൈംഗിക ജീവിതത്തെ ബാധിക്കുമോ, ബീജത്തിൻ്റെ ഗുണനിലവാരത്തെ, ചലനശേഷിയെ ബാധിക്കുമോ, ഇനി ഇതൊന്നുമല്ല എങ്കിൽ തങ്ങളുടെ വൃഷ്ണം ആരോഗ്യമുള്ളതാണോ, എല്ലാവരെയും പോലെയാണോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ അകാരണമായിട്ട് സംശയിക്കാറുണ്ട് അല്ലെങ്കിൽ സംശയിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തിൻ്റെ ഉത്തരമാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. സാധാരണഗതിയിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വൃഷ്ണങ്ങൾക്ക് ഒരേ വലിപ്പം ആയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതായത് പുരുഷന്മാരുടെ രണ്ട് വൃഷ്ണത്തിനും രണ്ട് വലിപ്പമായിരിക്കാം. ഏതാണ്ട് ഒരു സ്പൂണിൻ്റെ പകുതി വരെ അളവ്, അതായത് ഒരു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് സൈസ് ഉണ്ടല്ലോ, അത്രയും വ്യത്യാസം വരെ സംഭവിക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് ഒരു ഭാഗം മാത്രം അല്ലെങ്കിൽ ഒരു വൃഷ്ണം മാത്രം വലിപ്പം വെക്കുക, നീര് വെക്കുന്ന പോലെ വീങ്ങുന്ന പോലെയൊക്കെ തോന്നുക, അവിടുത്തെ സ്കിന്നിന് നിറവ്യത്യാസം ഉണ്ടാകുക, ഞരമ്പ് തടിക്കുന്നതായിട്ട് തോന്നുക, അവിടെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ പതിവില്ലാതെ ചൊറിച്ചിൽ, ഇങ്ങനെ സ്ഥിരം നിങ്ങളെ അലട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങുക, വേദനയുണ്ടാവുക, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയും ഡോക്ടറെ കാണിക്കുകയും ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചുരുക്കം ചില പുരുഷന്മാരുടെ വൃഷ്ണം, അതായത് ഏതെങ്കിലും ഒരെണ്ണം കൂടുതൽ താഴേക്ക് തൂങ്ങിയിട്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതും സ്വാഭാവികമായ ഒരു കാര്യമാണ്, ഒട്ടും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരം വ്യക്തികൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് അടിവസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരുപാട് ലൂസ് ഉള്ളതും തൂങ്ങി ആടുന്ന രീതിയിലും പണ്ട് കാലത്ത് നമ്മുടെ അച്ചാച്ചന്മാരൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു നിക്കറ് മാതിരിയുള്ള ലൂസായിട്ടുള്ള സാധനം, ഇത് ഉപയോഗിക്കാതെ ആ ഒരു ഭാഗത്തിന് ആവശ്യത്തിന് മുറുക്കം കിട്ടുന്ന രീതിയിലുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് നിങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അത് മാത്രമാണ്. എന്നാലും ചുരുക്കം ചില ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പേരൻസൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് രണ്ട് വൃഷ്ണം കാണത്തില്ല. അതായത് ഒരെണ്ണം അവരുടെ ഉദരഭാഗത്തിനുള്ളിലായിരിക്കും, ഒന്ന് മാത്രമേ പുറത്തേക്ക് കാണത്തുള്ളൂ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്ന ഒരു ടെൻഷനൊക്കെ ആണെങ്കിൽ ഇത് വളരെ ചെറുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒരു കാര്യമാണ്. ചുരുക്കം ചിലപ്പോൾ പേരൻസിനൊന്നും അറിയത്തില്ലായിരിക്കാം. അങ്ങനത്തെ പ്രശ്നങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുക. അപ്പോൾ ഡോക്ടേഴ്സ് അതിന് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് നൽകും. ചുരുക്കം ചെറിയൊരു സർജറി കൊണ്ടൊക്കെ അത് ശരിയാക്കാനും കഴിയുന്ന ഒരു കാര്യമുള്ളൂ. അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ചെറിയ ആൺകുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പലരും മറന്നു പോകുന്ന, ഇല്ലെങ്കിൽ ഇതൊക്കെ കറക്റ്റായിട്ടാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം എന്ന് പഴമക്കാർ പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ് കേട്ടോ. ഇനി ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ചില ആളുകളുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു വൃഷ്ണം മാറ്റിക്കളയേണ്ടതായിട്ട് വരും. അപകടം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖം കൊണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ അത്രക്കാർ ചിന്തിക്കും, എനിക്ക് ഒരെണ്ണമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എൻ്റെ ബാക്കി കാര്യം നടക്കുമോ, ബീജം അല്ലെങ്കിൽ ശുക്ലവർദ്ധനവോ അല്ലെങ്കിൽ ഇതിൻ്റെ അളവ് ആവശ്യത്തിനോ ഉണ്ടാവുമോ, കാരണം രണ്ട് വശത്ത് ഇതുകൊണ്ടൊക്കെ ആകേണ്ടതല്ലേ, അതിൽ നിന്ന് ഒരെണ്ണം കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പേടികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യം കൊണ്ട് ഒരെണ്ണം മാത്രമായിട്ട് അവശേഷിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ചുരുക്കം ചിലർക്ക് ജന്മന അങ്ങനെയായിരിക്കാം. ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഹെൽത്തി ഫുഡ് കഴിക്കുക. അതായത് നിങ്ങളുടെ ശരീരം ആരോഗ്യപരമായ രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എല്ലാം സ്വീകരിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ക്ഷതങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, നല്ല ഫുഡ് കഴിക്കുക, ശുക്ലവർദ്ധനവിന് അല്ലെങ്കിൽ ബീജത്തിൻ്റെ മൊബിലിറ്റിക്ക് സഹായമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, കീകൾ വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാനുള്ള കാര്യങ്ങളിലേക്ക്
കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ മുഴുവൻ സമയം ടെൻഷൻ അടിച്ചിരുന്ന എനിക്ക് ഓർമ്മയുള്ളൂ ഇനി കല്യാണം കഴിച്ചാൽ പ്രശ്നമാവോ, കല്യാണം കഴിച്ചാൽ പിള്ളേരില്ലാതാവുമോ, ഇതെല്ലാം ഉള്ളവരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്ത അവസ്ഥ വരാറുണ്ട്. ഉദാഹരണശേഷിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, ഭാര്യ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ, ഇനി എൻ്റെ ഭാര്യ ഇത് ചോദിക്കുമോ, അന്നേരം പ്രശ്നമാവുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും ചുരുക്കം ചില ആളുകളെ ഉണ്ട്. അപ്പം ഈ ഒരു പ്രശ്നത്തിൽ കൂടെ പോകുന്ന ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളുള്ള ആളുകൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു കൗൺസിലിങ്ങിന് പോവുക. അതായത് ഒരെണ്ണം മാത്രം അവശേഷിച്ചിട്ട് അത് റിമൂവ് ചെയ്യേണ്ട ആളുകൾ ഭാര്യയോട് പറയണോ, ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിന് പോവുക, ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുക. അതോടൊപ്പം എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ആയാലും, അതായത് പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് വരുമ്പോൾ ഇതൊന്നും അറിയാതെ വരുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചിന്തിക്കുന്നത് എന്നെ ചീറ്റ് ചെയ്തു, ഞങ്ങളുടെ വീട്ടുകാർ ചീറ്റ് ചെയ്തു, ഇനി ഇയാൾക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള അറിവൊന്നും ഇല്ലെങ്കിൽ കുട്ടികളുണ്ടോ, ഇങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായി അപ്പം തന്നെ അതൊരു ദാമ്പത്യ ജീവിതത്തിൽ ഒരുതരം പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ പെണ്ണ് കാണാൻ ചെല്ലുന്ന ദിവസം ഇടിച്ചു കയറി ഇതൊന്നും പറയരുത്. പക്ഷേ കുറച്ചൊരു ആത്മബന്ധമൊക്കെ ഉണ്ടാക്കി അവരെ കൃത്യമായിട്ട് മെഡിക്കൽ സൈഡ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യം, നിനക്ക് വേണമെങ്കിൽ എന്നെ ഉൾക്കൊള്ളാം എന്ന കാര്യം കൃത്യമായിട്ട് പറയുക. അല്ലാണ്ട് ചുരുക്കം ചിലർ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ പെണ്ണ് കാണാൻ വരുമ്പോൾ നേരെ അങ്ങ് പറയും. അത് ഉൾക്കൊള്ളാൻ മാത്രം ചിന്താശേഷിയുള്ള ആളുകൾക്ക് കുഴപ്പമില്ല. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമുണ്ടെങ്കിൽ ആ ബന്ധം വേണ്ടാന്ന് വെക്കാനുള്ള പ്രവണതയാണ് സാധാരണഗതിയിൽ ആളുകൾ സ്വീകരിക്കുന്നത്. അതായത് ആൾക്കാർ എന്തെങ്കിലും ഒരു കുറവും ഇല്ലാത്തതുണ്ടല്ലോ, എങ്കിൽ പിന്നെ ഈ കുറവ് എന്തിനാണ് സ്വീകരിക്കുന്നത്? മാത്രമല്ല അവൻ ഇത്രയും പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രശ്നം കാണും, എന്തിനാണ് നമ്മളിതെടുത്ത് തലയിൽ വെക്കുന്നത്? ഇങ്ങനത്തെ ചിന്തകളാണ് സാധാരണഗതിയിൽ സാധാരണ എല്ലാ മനുഷ്യരുടെ ഒരു ചിന്താഗതി ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് നിങ്ങൾ പെണ്ണിനോടോ പെണ്ണിൻ്റെ വീട്ടുകാരോടോ പറയാതെ നിങ്ങൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി പരസ്പരം വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടായിക്കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മറച്ചു വയ്ക്കാതെ 100% അവരോട് തുറന്ന് വിവാഹത്തിന് മുന്നേ പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ചില ആളുകൾ അത് വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് കൊണ്ടു നടക്കുകയും ബാക്കി ജീവിതത്തിൽ മൊത്തം പ്രശ്നമായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കണം, എല്ലാ ആരോഗ്യത്തോടെയും ഒരു കുഴപ്പമില്ലാതെ നമ്മൾ ഒരാളെ വിവാഹം കഴിച്ചാലും മനുഷ്യനാണ്. ചിലപ്പോൾ നമ്മുടെ ജോലിയാണെങ്കിൽ ജോലികൾ പോകാം, സ്വത്താണെങ്കിൽ പോകാം, രോഗം വരാം, അപകടം വരാം, എന്ത് സംഭവിക്കാം. പക്ഷേ ഇതൊന്നും സാധാരണ ആളുകൾ ചിന്തിക്കത്തില്ല. വിവാഹം കഴിക്കുമ്പോൾ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരിക്കണം, പരിപൂർണരായിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ, അകാരണമായ ടെൻഷനും പേടി ഇതൊക്കെ വേണ്ട എന്ന് വെക്കുവാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരുവാനായിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തും അല്ലാത്തവരോടൊന്നും ചോദിക്കാനല്ല പോകേണ്ട, പ്രോപ്പറായിട്ട് കൗൺസിലിങ് അല്ല ബിരുദമുള്ള കൃത്യമായിട്ട് നിങ്ങളെ സഹായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന നല്ല ആളുകളുടെ സഹായം, പ്രത്യേകിച്ച് ഡോക്ടേഴ്സിൻ്റെയൊക്കെ സഹായം മെഡിക്കൽ സൈഡിലും അല്ലാതെയൊക്കെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി നിങ്ങൾ ഉള്ളതിനെ കൂടുതൽ കുഴപ്പമൊന്നും വരാതിരിക്കാൻ നല്ല മികച്ച രീതിയിൽ പരിരക്ഷിക്കുക എന്ന് മാത്രമേ ഇതിനൊരു പരിഹാരമായിട്ടുള്ളൂ. അപ്പോൾ ഈ വൃഷണ സംബന്ധിയായ പുരുഷന്മാരുടെ എല്ലാ സംശയത്തിനും ഒരു ഉത്തരം നൽകിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു ആദ്യമേ ഒരു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം നോക്കുമ്പോൾ അതിൻ്റെ ഏതാണ്ട് പകുതിയോളം വ്യത്യാസം മിക്കവാറും ആളുകൾക്ക് സാധാരണമാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നത്തിൽ ടെൻഷനിൽ നടക്കുന്ന കൗമാരക്കാരായ പിള്ളേരും അല്ലെങ്കിൽ വിവാഹം കഴിക്കാനൊക്കെ പോകുന്ന ആ ഒരു സാഹചര്യത്തിലുള്ളവരാണ്. പിന്നെ കുറേ ആളുകൾ ഇത് പ്രശ്നമില്ല കല്ലിവല്ലി എന്നുള്ള രീതിയിലുണ്ട്, എന്നാലും ഒത്തിരി ആളുകളുടെ ഒരു ടെൻഷനാണ്. പിന്നെ പെട്ടെന്ന് ഈ ഒരു ഭാഗത്ത് അതുവരെ ഇല്ലാത്ത ചേഞ്ചസ് എന്തെങ്കിലും നിങ്ങളുടെ വൃഷണത്തിലോ അനുബന്ധ ഭാഗങ്ങളിലോ ശരീരഭാഗത്ത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെറിയ മുഴയോ തടിപ്പോ ചൊറിച്ചിലോ നിറവ്യത്യാസമോ എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വെച്ചുകൊണ്ടിരിക്കാതെ ഹോസ്പിറ്റലിൽ പോയി അതിന് വേണ്ടുന്ന ചെക്കപ്പ് നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകത്തില്ല. ഇനി എന്തെങ്കിലും കുഞ്ഞ് അസുഖങ്ങൾ വല്ലതുമാണെങ്കിൽ തുടക്കത്തിലേ മനസ്സിലാക്കാനും അതിന് വേണ്ടുന്ന പരിഹാരം എടുക്കാനും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ പുതിയൊരു വിഷയമായിട്ടൊക്കെ നമുക്ക് കാണാം. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ചാനൽ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു വിഷയമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.